ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്ചറിലുള്ള ഒരു മാംഗോ ഐസ്ക്രീമാണിത്. നല്ല ക്രീമി ടെക്സ്ചറിലുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ മാമ്പഴത്തിൻ്റെ നല്ല സീസണാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാമ്പഴവും കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ലോണം പഴുത്തിട്ടുള്ള ഒരു 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇനി മാമ്പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പീസ് ഇതുപോലെ കുഞ്ഞായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മാങ്ങയുടെ ഹാഫ് പോർഷൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മാമ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാംഗോ ഐസ്ക്രീമൊക്കെ തന്നെ ഉണ്ടാക്കാനായിട്ട് മാമ്പഴം എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് നാരില്ലാത്ത മാമ്പഴം വേണം എടുക്കാനായിട്ട്. നാരുള്ളതാകുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പഞ്ചസാരയൊന്നും അധികം ചേർക്കാതെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം കൂടെ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണിത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പം നമുക്കിതിലേക്ക് നമ്മൾ ചെറിയ പീസസായിട്ട് വെച്ചിട്ടുള്ള മാമ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പം നമുക്ക് ഐസ്ക്രീമിനകത്ത് കടിക്കുന്ന മാങ്ങയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ആ ഫ്രഷായിട്ട് വെറുതെ മുറിച്ചിടുമ്പം ഒരു ദിവസം കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റിനൊരു ചേഞ്ചസ് വരും. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പം ആ ചേഞ്ചസ് ഒന്നും വരില്ല. കഴിക്കാനും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഈ മാമ്പഴം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിന് കളറും കുറച്ചുകൂടെ ഒന്ന് കൂടി ഒന്നുകൂടെ ഒന്ന് ആ ഒരു ഫ്ലേവർ ഒന്ന് മുന്നോട്ട് നിൽക്കും മാമ്പഴത്തിൻ്റെ. അപ്പോൾ എക്സ്ട്രാ ഫ്ലേവർ ഒന്നും നമുക്ക് ചേർക്കേണ്ടി വരില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാമ്പഴം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു പച്ച ആ ഒരു ടേസ്റ്റ് മാറാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് നല്ലൊരു കളറും കിട്ടും. ആ ഒരു മാംഗോൻ്റെ ഫ്ലേവർ കുറച്ചുകൂടെ ഒന്ന് മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും എന്ത് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു പച്ചമണം മാറുകയും വേണം. അപ്പോൾ ഇത് നന്നായി മിക്സായി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇത് രണ്ടും ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ ആ വഴറ്റി വെച്ചിട്ടുള്ള മാമ്പഴത്തിൻ്റെ പീസസാണ്. അതുപോലെ തന്നെ ഈ മാംഗോ പ്യൂരി രണ്ടും നന്നായി ഒന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു 2 കപ്പ് അളവിൽ നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ബീറ്റ് ചെയ്യുക, മിക്സിയിൽ ബീറ്റ് ചെയ്യുന്നതും അല്ല ബീറ്റർ വെച്ച് ചെയ്യുന്നത്, ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്യുന്നത് എല്ലാം ഞാൻ മുമ്പ് ഓരോ കേക്കിലും ഐസ്ക്രീമിലൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ആ ഒരു ക്രീമി ടെക്സ്ചറിൽ തന്നെ ഇരിക്കണം, അല്ലാണ്ട് കട്ടിയായി പോകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മാംഗോൻ്റെ പൾപ്പുണ്ടല്ലോ, അത് ഞാൻ അളന്നൊഴിച്ച് നോക്കിയതാണ് കാണിച്ചു തരാനായിട്ട്. അതൊരു 2 കപ്പോളം ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മാറ്റി വെച്ച് നമുക്ക് ലാസ്റ്റ് ആ ഡെക്കറേഷൻ ടൈമിൽ മുകളിൽ ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് ആ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മാമ്പഴത്തിൻ്റെ പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാനുള്ള ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്തത് അതെടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കാനായിട്ട് മാത്രം ശ്രദ്ധിക്കുക. നല്ല ടൈറ്റായിട്ട് അടയുന്ന ഒരു അടപ്പുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, ഗ്ലാസിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോൻ്റെ പീസസ് ഉണ്ടല്ലോ, നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു പീസസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. എനിക്കത് വിട്ടുപോയി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് മാംഗോ പീസസ് ഇട്ടതിന് ശേഷം മോൾ വശം മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ചൊരു മാംഗോൻ്റെ പ്യൂരി മാറ്റി വെച്ചിരുന്നല്ലോ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അപ്പോൾ അതും കൂടെ ഒരല്പം അവിടെ ആയിട്ട് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഐസ്ക്രീമിന് ആ ഒരു ഡാർക്ക് യെല്ലോയും ലൈറ്റ് യെല്ലോയും കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഇത് അടച്ചു വയ്ക്കാം. ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ എനിക്ക് 2 ബൗളിലേക്ക് മാറ്റാനുള്ള അത്ര ഉണ്ടായിരുന്നു, കാരണം ഞാൻ വിപ്പിംഗ് ക്രീം 2 കപ്പായിരുന്നല്ലോ എടുത്തത്, അപ്പോൾ 3 മാമ്പഴം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ കണ്ടെയ്നറിലാക്കണതുകൊണ്ട് തന്നെ 2 കണ്ടെയ്നറിലേക്ക് ഉള്ള അത്രയും ഐസ്ക്രീം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 അപ്പോൾ 1 ഗ്ലാസിൻ്റെ ജാറിലും ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ 1 ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ടൈറ്റായിട്ട് അടപ്പുള്ളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഐസ്ക്രീം ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ മാംഗോൻ്റെ പീസസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരിയും ഒരല്പം ഒന്ന് അവിടെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ആവശ്യം, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ ഈ ഒരു മാംഗോ പീസസ് നമുക്ക് ഐസ്ക്രീം കഴിക്കുമ്പം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ആ മാംഗോൻ്റെ പ്യൂരി ഇതുപോലെ അവിടെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ടാവും. അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ടൈറ്റായിട്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പം മറ്റേ ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ തന്നെ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പ് വെച്ച് തന്നെ അടച്ചു കൊടുക്കുക. ഒന്ന് നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം അടച്ചു കൊടുത്ത് ഇത് നമുക്ക് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ മിനിമം ഒരു 6 മണിക്കൂർ തൊട്ടിട്ട് ഒരു 8 മണിക്കൂർ വരെ നമുക്കിത് ഫ്രീസറിൽ വെക്കണം. അപ്പോഴാണ് ഒരു കറക്റ്റ് നമുക്കത് സെറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 8 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റ് തന്നെ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് ബൗളിൽ വെച്ചതും അതുപോലെ തന്നെ ഗ്ലാസ് ബൗളിൽ വെച്ചിട്ടുള്ളതും രണ്ടും കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയുണ്ട്. ആ ഒരു ലൈൻസൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ. ഇനി നമുക്കിത് സെർവ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇപ്പോൾ എൻ്റെ അടുത്തത് ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലൊരു കുഴിയുള്ളൊരു തവി വെച്ചിട്ട് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മാംഗോൻ്റെ പീസസ് നമുക്കത് കോരുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല ക്രീമി ടെക്സ്ചറിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ അതേ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കി നോക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ. മാമ്പഴം വേണം, അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്. നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇത്രയും മാത്രമേ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും കൂടെ വേണം. പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.